സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും ആ സ്വർഗത്തിലൂടെ ഒഴിയിരുന്നത് നബിതങ്ങൾ പറയുകയാ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനുണ്ട്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കും, നിനക്ക് എന്ത് വേണം? ആ ചങ്ങാതി പറയും, അൽഹംദുലില്ലാ, എനിക്കൊന്നും വേണ്ട അല്ലാ, ഈ തീക്കകത്ത് നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, അത് മതി അല്ലാ. എനിക്കൊന്നും വേണ്ട, എന്നെ ഈ തീ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാ, അത് മതി. അല്ലാഹു ചോദിച്ചു, നിനക്ക് എന്തേലും വേണോടാ? ഒന്നും വേണ്ട പടച്ചോനെ. കുറച്ചുനാള് കഴിയുമ്പോൾ അല്ലാഹു ചോദിക്കും, നിനക്ക് വല്ലതും വേണോ? അപ്പൊ ആ സമയത്ത് ആ ചങ്ങാതി പറയും, പടച്ചോനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിരുത്തുകയായിരുന്നെങ്കിൽ ആ സ്വർഗം ഒന്ന് കാണാമായിരുന്നു, അവിടെ ഒന്ന് ഇരിക്കാൻ വിടുവോ? അല്ലാഹു ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട അല്ലാ, എന്നാ പോയിടാ അവിടെ. കുറച്ചു കാലം കഴിയുമ്പോൾ അല്ലാഹു ചോദിക്കും, ഇനി നിനക്ക് എന്തെങ്കിലും വേണോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, പടച്ചവനെ, ഇവിടെ ഇരുന്നപ്പോ സ്വർഗം നല്ലതുപോലെ കാണുന്നില്ല, ഒരു മറ, ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന നല്ലതുപോലെ കാണാം, അങ്ങോട്ടൊന്ന് കെട്ടിയിരുത്തുവോ? നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട അല്ലാ, അവിടെ പോയി ഇരിക്കാൻ പറയും. അവിടെ പോയിരുന്ന് കഴിയുമ്പോൾ അല്ലാഹു അവനോട് ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, പടച്ചോനെ, ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ പോയി ഇരിക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ, നല്ല സുഗന്ധമുണ്ടല്ലോ, സ്വർഗവാസികളുടെ സംസാരം കേൾക്കാമല്ലോ, എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തുവോ പടച്ചോനെ? അവസാനം ആ മനുഷ്യൻ സ്വർഗത്തിന്റെ മുന്നിലെത്തി. അല്ലാഹു പിന്നീട് ചോദിക്കും, നിനക്ക് എന്ത് വേണം? എനിക്ക് സ്വർഗത്തിൽ കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും ഒന്ന് തരുവോ അല്ലാ? അല്ലാഹു ചോദിക്കും, നിനക്ക് എത്ര വേണം സ്വർഗം? അല്ലാ, എനിക്ക് കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും തന്നാ മതി പടച്ചവൻ. അല്ലാഹു പറയും, ദുനിയാവും, നീ ജീവിച്ചിരുന്ന ദുനിയാവും, ആ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം ഞാൻ നിനക്ക് തരാം. അപ്പൊ ആ മനുഷ്യൻ പോലും അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ, നീ എന്തോ അല്ലാ, എന്നെ കളിയാക്കുവാണോ പടച്ചോനെ? അല്ലാഹുവേ, എന്നെ നീ കളിയാക്കുകയാണോ? കാരണം ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം തരാമെന്ന് നീ പറയുകയല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നവന് ഈ കാണുന്ന ദുനിയാവും ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കൊടുക്കുന്നെങ്കിൽ ആദിവാദ്യം കിടക്കുന്നവന് കിട്ടുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാ. നബി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, യാ സ്വഹാബാ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ? ബലായാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടുന്ന് പറഞ്ഞു തന്നാൽ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള വഴി എന്തെന്നറിയുമോ? വഴി കേൾക്കാൻ കടന്നു വന്നിട്ട് ഈ റോഡിന്റെ ചാരത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള വഴി എന്തെന്നറിയുമോ? വഴി കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ റോഡിലൊരു കല്ല് കിടക്കുകയാണ്, റോഡിലൊരു കമ്പ് കിടക്കുകയാണ്, വഴിയിലൊരു കുപ്പിച്ചില്ല് കിടക്കുകയാണ്. റോഡിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായ ഒരു വസ്തു റോഡിൽ കിടക്കുകയാ, വഴിയിൽ കിടക്കുകയാ. ആ വഴിയിൽ കിടക്കുന്ന വസ്തു നീ ഒന്ന് എടുത്തു മാറ്റിയാ നീ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന വസ്തുക്കൾ, ഒരു കമ്പോ ഒരു കല്ലോ ഒരു കുപ്പിച്ചില്ലോ എന്തെങ്കിലും കിടന്നാൽ അതൊന്ന് എടുത്തു മാറ്റിയാൽ മതി, സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ നിൽക്കുന്നതിന് ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ഈ റോഡിലൂടെ പോകുന്ന ഒരു വണ്ടിക്കും നിങ്ങൾ തടസ്സമാകരുത്, അതാ ഞാൻ പറഞ്ഞത്. റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് നിങ്ങൾ തടസ്സമാകാതെ ഇരുന്നാൽ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുപാട് കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിന്ന് പ്രയാസം, നിങ്ങൾ കാല് ബുദ്ധിമുട്ടുമ്പോൾ അങ്ങോട്ട് കയറിയിരിക്കാം. എന്നിട്ട് വന്നോടെ കാക്കാമാരെ അവിടെ പോയി ഇരിക്കട്ടെ. ചങ്ങായിമാരെ, ഇസ്മായിൽ ഖാസിമി ഉസ്താദ് ഒന്ന് കയറിയിരി. നിങ്ങളൊക്കെ ഉസ്താദുമാരല്ല, നിന്ന് ബുദ്ധിമുട്ടാതെ കയറിയിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി. ആ ഭാഗത്ത് കുറച്ച് കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും കസേര ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്കേ, കാല് ഒന്ന് പൊക്കിക്കുക. സംഘാടകരൊന്നും വാങ്ങിച്ച കസേര അല്ലാണ്ടാ, സുബ്ഹാനല്ലാഹ്, ഇത്രയും കസേര ഈ നിക്കണ ചങ്ങാതിമാരെ പിടിച്ചിവിടെ നിർത്തിക്കുക. നിങ്ങൾ ആ ഒഴിഞ്ഞ കസേര കൊണ്ടുവന്ന് സ്റ്റേജിന്റെ ഇടയ്ക്ക് ഇട്ടാൽ മതി. ആ നിക്കണവരൊക്കെ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. സ്റ്റേജിൽ ഒരു അടിക്കുള്ള കസേര കിടക്കുന്നുണ്ട്, കുറച്ച് ഇവിടുന്നും വാരിക്കും. സ്റ്റേജിലും കുറച്ച് കസേര കിടക്കുന്നുണ്ട്, ഒന്ന് പൊക്കടോ കാക്കാമാരെ. ആ ബാക്ക് സൈഡിൽ കിടക്കുന്ന കസേരൊക്കെ ഈ ചങ്ങാതിമാര് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു പ്രയാസം. അവർക്ക് കൊണ്ട് വിട്ടുകൊടു. അല്ലാഹു അവർക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. സ്വഹാബികളെല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. സ്വഹാബത്ത് അവിടെ നിന്ന് മിണ്ടാതെ നിൽക്കുകയാ. കാരണം നരകത്തെ കുറിച്ചാണ് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നത്. റസൂലുള്ളാഹി രണ്ടാമതും ചോദിക്കുന്നു, സ്വഹാബ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കല്ല് താഴേക്ക് വീണാൽ ആ കല്ല് എത്ര സ്പീഡിലാണോ താഴേക്ക് പതിക്കുന്നത്, ഇതുപോലെ നരകത്തിലേക്ക് മനുഷ്യര് വീണു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മറ്റൊരു ഹദീസ് കാണാ, പടച്ചവനെ, അതാ ചില കാളകളും ചില കുതിരകളും ഉണ്ടല്ലോ, അല്ലാതെ പറഞ്ഞാൽ അനുസരിക്കാത്ത ചില ജീവികളുണ്ടല്ലോ, അതാ കയറിങ്ങനെ അതാ കെട്ടിയിരിക്കുന്ന കയറിൽ നിന്ന് വലിച്ചോടി രക്ഷപ്പെടുന്ന മൃഗങ്ങളുണ്ടല്ലോ, ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര്, ഏത് പാപമാണ് നബിയേ പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുന്ന പാപം ഏതാണെന്ന് മുത്തുനബിയോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ, ഇവിടെ വഅദ് കേൾക്കാമെന്നവർ വിചാരിക്കും കള്ളു കുടിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്, പലിശ തിന്നുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ഹറാമ് സമ്പാദിക്കുന്നവനാണ്, നിസ്കരിക്കാത്തവനല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനായിരിക്കുമെന്ന് കരുതുന്നെങ്കിൽ അവര് മാത്രമല്ല, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഏതെന്നറിയുമോ? ഞാനും നിങ്ങളും നിസ്സാരമായി കാണുന്ന ഒരു പാപമാണ്. നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ, നമ്മളത് നിസ്സാരമായി കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, സ്വഹാബ, ആ തെറ്റേതെന്നറിയുമോ? നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് പതിച്ചു പോകുന്ന ആ തെറ്റേതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്ന, സ്വഹാബത്തേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലെ 6000 പരം വരുന്ന ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഒരു മനുഷ്യനെ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് പതിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണല്ലോ. മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ ബാബാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നീ കാണാതെ പഠിച്ച ആയത്തുകൾ ഓതിയെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മറക്കാതെ നിനക്ക് തെറ്റാതെ വന്ന് ഓതാൻ അറിയുമോ? പടച്ചവനെ അറിയില്ലല്ലോ, ഓതി നോക്കാറില്ലല്ലോ, ഖുർആൻ തുറക്കാറില്ലല്ലോ. ആ മറന്നുപോയ അധ്യായങ്ങളൊന്ന് തിരിച്ചു ഓതിയെടുക്കണമെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. കാരണം നിസാരമാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കുന്നില്ലല്ലോ, അതിനെ ബഹുമാനിക്കുന്നില്ലല്ലോ, അതിനെ ആദരിക്കുന്നില്ലല്ലോ. അതിന്റെ സ്ഥാനം എന്താണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. കളിയല്ലേ, തമാശയല്ലേ, നിസാരമല്ലേ? എങ്കിലും പേടിക്കണം സഹോദരാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ എന്താണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ എന്താണെന്ന് നിനക്ക് തിരിഞ്ഞിട്ടില്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാ. ഞാനും നിങ്ങളും പരിഗണിക്കാത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമാ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓതി നോക്കാറുണ്ടോ? ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് സൂറത്തുകൾ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓതി നോക്കാറുണ്ടോ? ഈ പഠിച്ച സൂറത്ത് നിനക്കൊന്ന് ഓർമ്മയോടുകൂടി ഓതി എടുക്കണമെന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ഇല്ല.
തമാശ, നിസാരം, നിനക്കതൊക്കെ കളിയായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു സൈഡിൽ അങ്ങനെ പഠിച്ചത് ഓതിയെടുക്കാൻ മനസ്സില്ലാത്തവരിയ്ക്കുമ്പോ മറു സൈഡിൽ ഇരുന്നു കൊണ്ട് വാപ്പ പറയുന്നു, ഉസ്താദേ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ തൊടാറില്ല, ഓതാറില്ല, എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഖുർആൻ ഓതുന്നത് നീ കേൾക്കുന്നവനാണല്ലോ. അല്ലാഹുവേ, ഇവിടത്തെ പള്ളിയിലെ ഉസ്താദ് ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി തരുമല്ലോ, അതിന്റെ അർത്ഥം പറഞ്ഞു തരുമല്ലോ. പ്രസംഗത്തിനാകട്ടെ, ക്ലാസുകളിലാകട്ടെ, എവിടെയാകട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും കേട്ടവരാണ്. ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറു ചെവിയിലൂടെ കളയുന്നു. ചിന്തിക്കുന്നില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലല്ലോ, നൽകേണ്ട പരിഗണന നൽകുന്നില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് ഉൾക്കൊള്ളാത്ത മനുഷ്യ, പരിഗണിക്കാത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് ചിന്തിക്കാത്ത ചെറുപ്പക്കാരാ, അതിനെ നിസാരമാക്കി തള്ളിക്കളയുന്നവനെ, എടാ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ള് കുടിച്ചവന്റെയല്ല, വ്യഭിചരിച്ചവന്റെയല്ല, പലിശ തിന്നുന്നവന്റെയല്ല, ശിർക്ക് ചെയ്യുന്നവന്റെയല്ല, അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവന്റെയല്ല, മുനാഫിക്കിന്റെയല്ല. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് ആയത്തിനെ പരിഗണിക്കാത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹു 10 ശിക്ഷ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേൾക്കാത്ത ആരുമില്ല. ഞാൻ നിങ്ങൾ കേൾക്കുന്നവരാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലേ കേൾക്കും, ഇതിലേ കളയും. കേൾക്കുന്നത് ഖുർആനാണെന്ന ബോധമില്ല, ചിന്തിക്കാറില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് പരിഗണിക്കാത്തവന് അല്ലാഹു തരുന്ന ശിക്ഷ 10 എണ്ണം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ നിങ്ങൾ ആരും ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ സങ്കല്പിക്കുക. ഈ വയല് കേൾക്കാമെന്ന ഒരാളും ഇന്ന് വരെ ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ കരുതിക്കോ. എന്നാ ഇപ്പം കേൾക്കാൻ പോവല്ലേ? ഞാൻ ഓതിത്തരാം ഓരോ ആയത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഞാൻ ഓതിത്തരാം. നിങ്ങൾ നല്ലതുപോലെ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ കേട്ടോ. ഈ ആയത്ത് കേട്ടിട്ട് സാധാരണ നടക്കുന്നത് പോലെയാണ് ഇന്ന് നടക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് ആയത്തുകളെ നിസാരമാക്കി കേൾക്കുന്നവരുണ്ടല്ലോ, അതിനെ ബഹുമാനിക്കാത്തവരുണ്ടല്ലോ, ആദരിക്കാത്തവരുണ്ടല്ലോ, പരിഗണിക്കാത്തവരുണ്ടല്ലോ, ഉൾക്കൊള്ളാത്തവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വഇന തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വഇന തദഊഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ഉദാഹരണം പറഞ്ഞു തരട്ടെ. പ്രായം ചെന്ന വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, രോഗങ്ങൾ വന്ന് മുടി നരച്ചു പ്രായം ചെന്ന വാപ്പ. ആ വാപ്പയാണെങ്കിൽ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, അല്ലാഹുവിനെ ഒരു പേടിയുമില്ല. സ്വന്തം മക്കൾ തന്നെ ചിന്തിക്കുന്നു, അല്ലാ എന്റെ വാപ്പ എന്തേ നന്നാകാത്തത്, എന്റെ വാപ്പ എന്തേ നിസ്കരിക്കാത്തത്, എന്റെ വാപ്പ എന്തേ ഇങ്ങനെ പടച്ച റബ്ബിനെ മറന്നു നടക്കുന്നത്. പല മക്കളും ദുആ ചെയ്യുകയാ, വാപ്പ നന്നാകാല്, ഉമ്മ നന്നാകാല്. മുടിയൊക്കെ നരച്ചുപോയ ഉമ്മ സീരിയലിന്റെ ലോകത്താണ്, മഗ്‌രിബ് കഴിഞ്ഞ സീരിയൽ കാണുകയാണ്. കൊച്ചുമക്കൾ നിസ്കരിക്കുമ്പോ ആ പ്രായം ചെന്ന ഉമ്മ ടിവിയുടെ പെണ്ണിലിരുന്ന സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഉമ്മ നന്നാകുന്നില്ലല്ലോ, ശരീരം മറയ്ക്കുന്നില്ലല്ലോ, പ്രായം ചെന്നിട്ട് ഉമ്മയ്ക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? എടാ ചെറുപ്പക്കാരാ,
ഉപ്പയും പറയുന്നത് കേട്ടിട്ട് അനുസരിക്കാതെ നടക്കുന്ന മക്കളുണ്ടല്ലോ, കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ, കഞ്ചാവടിച്ച് നടക്കുന്നവന്മാർ, ആരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കളുള്ള കാലമാണല്ലോ. എന്തുകൊണ്ടാ നിന്റെ മക്കൾ നന്നാകാത്തത്? നീ കാരണം തിരയുകയല്ലേ? എങ്കിൽ കാരണം അല്ലാഹു പറയുകയാ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്, വീട്ടിൽ പിടിക്കുകയാണ്. എല്ലാവരും അറിയാൻ തുടങ്ങി. വാപ്പ വീട്ടിലേക്ക് തന്റെ സ്കൂളിൽ പോയ പൊന്നുമകളെ പിടിച്ചുകൊണ്ട് വരികയാണ്, വീടിനകത്ത് കൊണ്ടുവന്ന് തല്ലുകയാണ്. എത്ര തല്ലിയിട്ടും അവരുടെ തീരുമാനത്തിന് മാറ്റമില്ല. ഉമ്മ കരയാൻ തുടങ്ങി, ഉമ്മ ഉപദേശിക്കാൻ തുടങ്ങി. 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പെറ്റുമ്മ 18 വയസ്സുള്ള പൊന്നുമകളുടെ കാലിൽ പിടിച്ചിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് യാചിക്കുന്നു, മോളെ നീ ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ മറക്കല്ലേ, മോളെ അവന്റെ കൂടെ നീ പോകരുത്. ഉമ്മ കരയുകയാണ്, വാപ്പ കരയുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആ പൊന്നുമോളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. പടച്ചവനെ, മാതാപിതാക്കൾ പറഞ്ഞു, മരിക്കും മോളെ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നിന്റെ വാപ്പ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോകും, നിന്റെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ നീ തല ഉയർത്താൻ കഴിയുകയില്ല. എന്ത് പറഞ്ഞിട്ടും 18-കാരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. പടച്ചവനെ, ഡോക്ടറെ കാണിച്ചു നോക്കി, അവൾക്കൊരു മാറ്റമില്ല. പള്ളിയിലെ ഖതീബ് വന്ന് ഉപദേശിച്ചു നോക്കി, പള്ളിയിലെ കമ്മിറ്റിക്കാർ ഉപദേശിച്ചു നോക്കി, കുടുംബക്കാര് പറഞ്ഞു നോക്കി, കൂട്ടുകാര് പറഞ്ഞു നോക്കി, ആരൊക്കെ പറഞ്ഞിട്ടും കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോ ആ പെൺകുട്ടി പറയുകയാ, എനിക്കെന്റെ കാമുകനെ മതിയെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ഭാര്യതാ കളിയാക്കിയിട്ട് കണ്ടവന്റെ കൂടെ പെൺമക്കൾ ഇറങ്ങി പോകാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വഇന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിനെ മറന്നു നടക്കുന്നവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവര്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നീ നന്നാകില്ല, ഒരിക്കലും നീ നന്നാകില്ല. നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, നിന്റെ ഹൃദയത്തിലേക്ക് ഒരിക്കലും ഈമാനിന്റെ വെളിച്ചം കേറൂല. 18-കാരികളുടെ മുന്നിൽ വാപ്പയും ഉമ്മയും കൂടപ്പറപ്പും കുടുംബക്കാരും കമ്മിറ്റിക്കാരും നാട്ടുകാരും ഉസ്താദന്മാരും അമ്മമാരും എല്ലാവരും ഉപദേശിച്ചിട്ട് ആ പെണ്ണിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വാപ്പാ, നീ പറയുന്നത് നിന്റെ മകള് കേൾക്കുന്നില്ല. ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ഉമ്മയും ഉപ്പയും കൂടപ്പുറപ്പും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കമ്മിറ്റിക്കാരും കാരണവന്മാരും ഉസ്താദന്മാരും തങ്ങന്മാരും ഉപദേശിച്ചിട്ടും 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. എന്തേ കാരണം? നീ പറയുന്നത് അവൾ കേൾക്കുന്നില്ല. അല്ലാഹു പറയുകയാ, ഫലമ്മാ സാഗു വസാഅല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിന്റെ ചെവി അല്ലാഹു അടച്ചു കളയും, നിന്റെ ഹൃദയം അല്ലാഹു അടച്ച് സീല് വെക്കും. പിന്നെ ഒരു കാലത്തും നീ നന്നാകില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, അല്ലാഹു ചെവി അടച്ച് ഹൃദയം അടച്ച് സീല് വെച്ചാ പിന്നെ നിനക്ക് ഒന്നും കേറൂല. പിന്നെ ആര് പറഞ്ഞാലും കേട്ടാലല്ലേ നന്നാകത്തുള്ളൂ. കേൾക്കണ്ടേ, ഹൃദയം കൊണ്ട് ചിന്തിക്കണ്ടേ. അതുകൊണ്ടല്ലേ ഒന്നും കേൾക്കില്ല. അല്ലാഹു പറഞ്ഞതാ, നിന്നെ ഞാൻ നന്നാക്കത്തില്ല. നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉദാഹരണം വേണോ? റമളാൻ മാസം 1-ാമത്തെ നോമ്പിന്റെ അന്ന് തന്നെ സർവ്വ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടൂലേ? മണ്ണൻകുഴിയിൽ ഇടൂല? ഉള്ളത് പറയണോ ചങ്ങാതിമാരെ? റമളാനിന്റെ 1-ാമത്തെ ദിവസം എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് മലക്കുകൾ ചങ്ങലക്കിടും. ഇടൂലേ? ഇടുമോ ഇല്ലേ? ഇടുമോ ഇല്ലേ? ഇടും. എന്നിട്ട് ഇതിലെ മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചടക്കണ കാക്കാമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ റമളാൻ മാസത്തിൽ പോലും പള്ളി കയറാത്ത കാക്കാമാരില്ലേ? എത്രയോ ചെറുപ്പക്കാർ നടക്കുന്ന വീടിയും വലിച്ച് നാരങ്ങാ വെള്ളവും കുടിച്ചിട്ട്. ഓന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? അല്ലാഹു കാക്കുമാറാകട്ടെ. സ്വന്തം പെണ്ണുമ്പോൾ തന്നെ ഭർത്താവിനോട് ചോദിക്കാം, നിങ്ങൾ എന്തിനു മനുഷ്യനാ? കള്ളുകുടി പടച്ചവനെ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ, പോടി, നരകവും കബറും പരകവും എനിക്ക് എല്ലാം അറിയാം, എനിക്ക് നരകത്തിൽ കിട്ടുന്ന എവിടെ കളിയാക്കല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നാകത്തില്ലടോ. അതാ ചില ജന്മങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ആഹാരൊക്കെ അള്ള നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ നന്നാകില്ല എന്ന് പറയുന്ന ചില സാധനങ്ങളില്ലേ. അള്ളാഹു കാക്കുമാറാകട്ടെ. റമദാൻ മാസവും വെള്ളിയാഴ്ച ലാഭം 27 ലാഭം ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല. എടോ ചിലരങ്ങനെ പ്രായം ചെന്ന് മക്കള് പറയുക, എന്താ ഉമ്മ നിങ്ങൾ നന്നാകാത്ത, എന്തേ വാപ്പ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി, ഈ പ്രായം ചെന്നിട്ട് പോലും നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ എടോ അള്ള കൈവിട്ടാ പോയി. എടോ ഒരുത്തന് നന്നാകണമെന്ന് തോന്നിയാലേ അള്ള നന്നാക്കും. അല്ലാതെ നിന്നെ മാമൂലിസ മുക്കി അള്ളാഹു നേരെയാക്കത്തില്ല. നിനക്ക് തോന്നണം നന്നാകണമെന്ന്. 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ 99 പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല. 99 പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല. അവസാനം അവന് തോന്നി, അല്ല ഞാൻ ചെയ്യുന്ന പാവമല്ലേ, നന്നാകണമെന്ന് തോന്നി. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കാക്ക നടന്നു വരിക, ഒരു മനുഷ്യൻ നടന്നു വരുന്നു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, നിനക്കോ? അള്ളായോ പുറത്തു തരാനോ? 99 പേരെ കൊന്ന നിനക്കിപ്പോ പടച്ച റബ്ബ് പുറത്തു തരുമോടാ, നീ നരകത്തിലാണ്. പറയേണ്ട താമസം ആ മനുഷ്യൻ സെഞ്ചുറി അടിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? എന്നാ പിന്നെ 99 100 ആകട്ടെ, നിന്നെ കൂടെ അങ്ങ് തീർത്തേക്കാം. 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു. 100 തികച്ചിട്ടും ഈ മനുഷ്യന് കുറ്റബോധം. അല്ലാ എനിക്ക് റബ്ബ് പുറത്തു തരുമോ, ഞാൻ 100 തികച്ചല്ലോ. അപ്പോഴാ ഒരു ഉസ്താദ് നടന്നു വരുന്നത്. മസല ചോദിക്കുമ്പോ എപ്പോഴും ഉസ്താദിനോട് ചോദിക്കണം, വിവരമില്ലാത്തവനോട് ചോദിക്കരുതെന്ന് ഇവിടുന്ന് പഠിച്ചോണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. താടിയും തഴമ്പും നോക്കിയിട്ട് മസല ചോദിക്കരുത്. കമ്മിറ്റിക്കാരോട് പോയിട്ട് നിക്കാഹിന്റെ മസല ചോദിക്കരുത്, തലാഖിന്റെ മസല ചോദിക്കരുത്. കാരണം അവർക്കത് അറിയില്ല. ആലിമിനോട് ചോദിക്കണം. താടിയും തഴമ്പും നോക്കിയിട്ട് ഹാദിയാരോട് മസല വെച്ചിട്ട് കാര്യമില്ല. മസലകൾ ചോദിക്കണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം. ആദ്യം കണ്ട കാക്കാനോട് ചോദിച്ചു, കാക്കാ 99 പേരെ കൊന്ന് അല്ല എനിക്ക് പുറത്തു തരുമോ? ഇല്ലാടാ, അല്ല നിനക്ക് നരകം തരത്തുള്ളൂ. ആളെ തട്ടിക്കളഞ്ഞു. എന്നാ കണ്ടത് 100 തികച്ചിട്ട് പോകുമ്പോ ഉസ്താദിനെ കണ്ടു. ഉസ്താദേ, ഞാൻ 99 1 100 പേരെ കൊന്നിട്ട് ഞാൻ വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരും. അതാ ഉസ്താദ്. അതാണ് ആലിം ഇൽമ പഠിച്ചവനുള്ള വ്യത്യാസം. നിനക്ക് അല്ല പുറത്തു തരും. നീ പഠിക്കൊന്നും വേണ്ട, റബ്ബ് നിനക്ക് പുറത്തു തരും. മോനെ, ഈ നാട് നിനക്ക് നല്ലതല്ല, ഇവിടെ നീ ജീവിക്കാൻ നിന്നാ ശരിയാകൂല. അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പോയി ജീവിച്ചോ. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു. ചരിത്രം വായിക്കും. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. എന്തിന്? ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കു വേണ്ടി? 100 കൊല ചെയ്തിട്ട് മരിച്ച മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വത്തിനു വേണ്ടി തർക്കം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അലിച്ചിക്ക് 25 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം നടന്ന നീ മരിച്ച ആ ജാഗ എനിക്ക് വേണം, കുടുംബ വീട് എനിക്ക് വേണം, ഇത് വേണം, അത് വേണം, അടി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് അള്ളാഹു അവസാനം സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടോ ഖുർആൻ കേട്ടിങ്ങനെ കളയാനാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ ഓതി തന്ന ഈ ആയത്ത് നീ കേട്ടവനാ. അള്ളാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് നീ പരിഗണിക്കാതെ ഇരുന്നാൽ നിന്റെ ചെവി അടയ്ക്കും, നിന്റെ ഹൃദയം അടയ്ക്കും, സീല് വെക്കും. പിന്നെ ഒരു കാലത്തും നീ നേരെയാകില്ല. നിന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്ത്